മെംബ്രെയിൻ ഈക്വിലിബ്രിയം എന്ന് പറയുന്ന വളരെ ചെറിയൊരു ടോപ്പിക്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോഡിയം സാലിസിലേറ്റ്, പൊട്ടാസ്യം ബെൻസൈൽ പെൻസിലിൻ പോലെയുള്ള ഡ്രഗ്സിൻ്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുന്ന ആ ഒരു പർപ്പസിനായി ഡോണൻ മെംബ്രെയിൻ ഈക്വിലിബ്രിയം പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡോണൻ മെംബ്രെയിൻ ഈക്വിലിബ്രിയം പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണം അല്ലേ? സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു ആനിയോണിക് പോളി ഇലക്ട്രോലൈറ്റ് ആണ്. സെമി പെർമിബിൾ മെംബ്രെയിൻ എക്രോസ് ട്രാവൽ ചെയ്യാൻ കഴിയാത്ത, സെമി പെർമിബിൾ മെംബ്രെയിൻ എക്രോസ് ഡിഫ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു ആനിയോണിക് പോളി ഇലക്ട്രോലൈറ്റ് ആണ് സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ് മറ്റൊരു ആനിയോണിക് ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗുമായി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ ആനിയോണിക് ഡിഫ്യൂസിബിൾ ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യാനായി സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസിന് കഴിയുന്നുണ്ട്. ഓക്കെ, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസുമായി മറ്റൊരു ആനിയോണിക് ഡിഫ്യൂസിബിൾ ഡ്രഗ് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ആ ആനിയോണിക് ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു എബിലിറ്റി സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസിന് ഉണ്ട്. ഇനി നമുക്ക് ഡോണൻ മെംബ്രെയിൻ ഈക്വിലിബ്രിയത്തിൻ്റെ പ്രിൻസിപ്പിളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഞാനൊരു മെംബ്രെയിനിൻ്റെ ഒരു സൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ, ആ സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ ഒരു സൈഡിലായി സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ അതർ സൈഡിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡും അതിൻ്റെ കൗണ്ടർ അയോൺസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് GIT ആയും മറ്റൊരു സൈഡ് ബ്ലഡായും നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ ഒരു സൈഡിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും മറ്റൊരു സൈഡിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡും അതിൻ്റെ കൗണ്ടർ അയോൺസും ഉള്ള ഒരു സൊല്യൂഷനാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സെമി പെർമിബിൾ മെംബ്രെയിനിന് രണ്ട് സൈഡിലുമായിട്ടുള്ള സൊല്യൂഷൻ ഈക്വൽ വോളിയമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഔട്ട്സൈഡിലുള്ളത് Na+Cl- അയൺസ് ആണ്. അതായത് നമ്മുടെ GITയിലുള്ളത് Na+Cl- അയൺസ് ആണ്. ഇൻസൈഡിലാവട്ടെ R- എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇൻസൈഡ്, അതായത് നമ്മുടെ ബ്ലഡിലുള്ളത് R- നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡും അതിൻ്റെ കൗണ്ടർ അയൺസുമാണ്. കൗണ്ടർ അയൺ എന്ന് പറയുമ്പോൾ Na+ അയണുമാണ് ഉള്ളത്. ഇത് ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള കാര്യമാണ്. ഇനി ഇവിടെ ഈ കാണുന്ന വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ സെമി പെർമിബിൾ മെംബ്രെയിനെയാണ്. ഇവിടെ ഇലക്ട്രോലൈറ്റ്സ് ആണല്ലോ ഒരു സൈഡിലുള്ളത്, അതായത് Na+Cl- അയൺസ്. ഈ Na+Cl- അയൺസിന് നമ്മുടെ സെമി പെർമിബിൾ മെംബ്രെയിൻ എക്രോസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം കൊളോയിഡൽ പാർട്ടിക്കിൾസിനാകട്ടെ, നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസിനാവട്ടെ ഈ സെമി പെർമിബിൾ മെംബ്രെയിനെ ക്രോസ് ചെയ്യുന്നതിനുള്ള എബിലിറ്റി ഇല്ല. നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിന് സെമി പെർമിബിൾ മെംബ്രെയിനെ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ Na+Cl- അയൺസ് സെമി പെർമിബിൾ മെംബ്രെയിൻ എക്രോസ് ഫ്രീ ആയി മൂവ് ചെയ്യുന്നു. അധികം വൈകാതെ തന്നെ അവിടെ ഈക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു. ഈക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഔട്ട്സൈഡിൽ Na+Cl- അയൺസ് ആണുള്ളത്. ഇൻസൈഡിലാവട്ടെ R- Na+Cl- അയൺസ് ആണുള്ളത്. Na+ and Cl- അയൺസ് ഫ്രീ ആയി സെമി പെർമിബിൾ മെംബ്രെയിൻ എക്രോസ് മൂവ് ചെയ്യുന്നു. സോ ഈ Na+ and Cl- അയൺസ് ഇൻസൈഡിലോട്ടും എത്തപ്പെടുന്നു. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഇലക്ട്രോ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇലക്ട്രോ ന്യൂട്രാലിറ്റി ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെമി പെർമിബിൾ മെംബ്രെയിനിൻ്റെ ഓരോ സൈഡിലുമുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ബാലൻസ്ഡ് ആവാൻ തുടങ്ങുന്നു. ഓക്കെ, ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇലക്ട്രോ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെമി പെർമിബിൾ മെംബ്രെയിനിൻ്റെ ഓരോ സൈഡിലുള്ള അയൺസ് ബാലൻസ്ഡ് ആവാൻ തുടങ്ങുന്നു. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺസ് ബാലൻസ്ഡ് ആവാൻ തുടങ്ങുന്നു. അത് നിങ്ങൾക്കിവിടെ ഈ ഇക്വേഷനകത്ത് കാണാം.
അതായത് ഔട്ട്സൈഡിലുള്ള Na+ കോൺസെൻട്രേഷൻ, ഔട്ട്സൈഡിലുള്ള Na+ അയണിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ടു ഔട്ട്സൈഡിലുള്ള Cl- അയൺ കോൺസെൻട്രേഷൻ. ഇൻസൈഡിലാവട്ടെ Na+ അയൺ കോൺസെൻട്രേഷൻ ഈക്വൽ ടു R- കോൺസെൻട്രേഷൻ പ്ലസ് Cl- കോൺസെൻട്രേഷൻ. ഇൻസൈഡിലുള്ള Na+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇൻസൈഡിലുള്ള നെഗറ്റീവ് ചാർജ്ഡ് അയൺസിൻ്റെ കോൺസെൻട്രേഷൻ്റെ സമ്മിന് ഈക്വലാണ്. അതാണ് ആദ്യത്തെ 2 ഇക്വേഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ആദ്യത്തെ 2 ഇക്വേഷൻസ് കാണാം. ഇലക്ട്രോ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് കിട്ടിയത്. ഔട്ട്സൈഡിലുള്ള Na+ കോൺസെൻട്രേഷൻ ഈക്വൽ ടു ഔട്ട്സൈഡിലുള്ള Cl- കോൺസെൻട്രേഷൻ. ഇൻസൈഡിലുള്ള Na+ കോൺസെൻട്രേഷൻ ഈക്വൽ ടു ഇൻസൈഡിലുള്ള നെഗറ്റീവ് ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ കോൺസെൻട്രേഷൻ പ്ലസ് Cl- അയൺ കോൺസെൻട്രേഷൻ. ഇനി നമുക്കറിയാം ഇലക്ട്രോലൈറ്റ്സിന് സെമി പെർമിയബിൾ മെംബ്രെയിൻ അക്രോസ് ഫ്രീ ആയി മൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടെന്ന്. ആ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ആ ഒരു ഫ്രീ മൂവ്മെൻറ്റ് കാരണം തന്നെ ഇത്തിരി നേരം കഴിയുമ്പോഴേക്കും സെമി പെർമിയബിൾ മെംബ്രെയിന് അക്രോസ് ഉള്ള അയൺസിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആവും. അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഔട്ട്സൈഡിലുള്ള Na+ കോൺസെൻട്രേഷൻ Cl- കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻസൈഡിലുള്ള Na+ കോൺസെൻട്രേഷൻ Cl- കോൺസെൻട്രേഷൻ. അതാണ് ഇക്വേഷൻ 3 കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആദ്യം കിട്ടിയ 2 ഇക്വേഷൻസ് 1 and 2 ഇലക്ട്രോ ന്യൂട്രാലിറ്റി എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ 2 ഇക്വേഷൻസ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള 3ാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതായത് Na+ ഈക്വൽ ടു Cl- എന്നാണ് പറയുന്നത്. ഔട്ട്സൈഡിലുള്ള Na+ കോൺസെൻട്രേഷൻ ഈക്വൽ ടു ഔട്ട്സൈഡിലുള്ള Cl- കോൺസെൻട്രേഷൻ. അതാണ് ആദ്യത്തെ ഇക്വേഷനകത്ത് പറയുന്നത്. അപ്പം നമ്മൾ 3ാമത്തെ ഇക്വേഷനകത്ത് Na+ന് പകരം Cl- ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ Na+ന് പകരം Cl- ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ എന്ന് കൊടുക്കുന്നു. അതേസമയം 2ാമത്തെ ഇക്വേഷൻ നോക്കൂ, Na+ൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ടു R- ഇൻസൈഡ് കോൺസെൻട്രേഷൻ പ്ലസ് Cl- ഇൻസൈഡ് കോൺസെൻട്രേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻസൈഡിലുള്ള Na+ കോൺസെൻട്രേഷന് പകരം നമ്മൾ ഈ R- ഇൻസൈഡ് കോൺസെൻട്രേഷൻ പ്ലസ് Cl- ഇൻസൈഡ് കോൺസെൻട്രേഷൻ എന്ന് കൊടുക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇലക്ട്രോ ന്യൂട്രാലിറ്റി എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ 2 ഇക്വേഷൻസ് ഈ 3ാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി അതെങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ Na+ന് പകരം നമ്മളിവിടെ Cl- ഔട്ട്സൈഡ് എന്നും ഇവിടെ ഇൻസൈഡിലുള്ള Na+ന് പകരം R- ഇൻസൈഡ് പ്ലസ് Cl- ഇൻസൈഡ് കോൺസെൻട്രേഷൻ എന്നുമാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ആയിരിക്കുന്നു. ഇനി ഈ Cl- ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു Cl- ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ, ഇതിന് നമുക്ക് Cl- ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ എന്നെഴുതിക്കൂടെ? അതുപോലെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു പാർട്ടിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ R- ഇൻസൈഡ് ഇൻറ്റു Cl- ഇൻസൈഡ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. R- ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു Cl- ഇൻസൈഡ് കോൺസെൻട്രേഷൻ. പിന്നെ ഇവിടെ പ്ലസ് ആണുള്ളത്. സോ പ്ലസ് Cl- ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു Cl- ഇൻസൈഡ് കോൺസെൻട്രേഷൻ. സോ നമുക്ക് Cl- ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ എന്ന് ലഭിക്കുന്നു. ഇനി ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷനെ തന്നെ മാറ്റി എഴുതിയതാണ്, അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് എഴുതിയതാണ് തൊട്ടടുത്ത് കാണുന്ന ഈ ഇക്വേഷൻ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഇക്വേഷനെ, ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷനെ Cl- ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഒരേ സമയം ഞാൻ ഈ ഇക്വേഷനെ Cl- ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് തൊട്ടടുത്ത ഈ ഒരു സ്റ്റെപ്പിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യാം. Cl- ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഈക്വൽ ടു Cl-
ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ. ഈ ഒരു പാർട്ട് ഇക്വേഷനകത്ത് നിന്ന് ഞാൻ പുറത്തോട്ടേക്ക് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നിന്ന് ഞാൻ ഈ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയറിനെ ബ്രാക്കറ്റിന് പുറത്തോട്ടേക്ക് എടുക്കുന്നു. ഓക്കെ, അപ്പം CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പുറത്തോട്ടേക്ക് വരുന്ന സമയത്ത് ബാക്കി അവിടെ ഉള്ളത് 1. ഓക്കെ, 1 പ്ലസ് ബാക്കി റിമൈനിങ് ഉള്ളത് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ. ഇവിടെ നിന്നും ഈ പറഞ്ഞ പോലെ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പുറത്തോട്ടേക്ക് പോകുന്നു. സോ ബാക്കി അവിടെയുള്ളത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. നമ്മളിവിടെ ചെയ്തത് ഈ ഇക്വേഷനകത്ത് നിന്ന് CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പുറത്തോട്ടേക്ക് എടുക്കുകയാണ്. CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പുറത്തെടുക്കുന്ന സമയത്ത് പിന്നീട് അവിടെയുള്ളത് 1 പ്ലസ് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ആണ്. ഇനി അടുത്തത് ചെയ്യാനുള്ളത് ഇവിടെയുള്ള CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷനും ഇവിടെയുള്ള CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആവുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. CL മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഈക്വൽ ടു CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ. ഇതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് തൊട്ടടുത്ത് കാണുന്ന ഇക്വേഷൻ. CL മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. സെമി പെർമിബിൾ മെംബ്രെയിൻ നെക്രോസ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആവുന്ന സമയത്ത് ആദ്യത്തെ ഈ 2 ഇക്വേഷൻസ് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഇലക്ട്രോ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ ഈക്വിലിബ്രിയം സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഈ 2 ഇക്വേഷൻസ് തേർഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ഇക്വേഷൻ ലഭിക്കുന്നു. CL മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു CL മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ പ്ലസ് CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി ചെയ്യുന്നത് ഈ ഒരു പാർട്ടിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. അതായത് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി അടുത്തത് വരുന്നത് CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ അത് നമുക്ക് CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ആയി എഴുതാവുന്നതാണ്. സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. CL മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഈക്വൽ ടു R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ പ്ലസ് CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ. ഇനി ഈ ഇക്വേഷനെ തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു ഇക്വേഷൻ. CL മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഈക്വൽ ടു CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പ്ലസ് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ. ഈ സെയിം ഇക്വേഷനെ തന്നെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ചെയ്യുന്നത് CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ വെച്ച് ഞാൻ ഈ കാണുന്ന ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ വെച്ച് ഞാൻ ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയും അതേസമയം ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഈ കാണുന്ന ഇക്വേഷനാണ് ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്. അതായത് CL മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഈക്വൽ ടു ഇനി ഈ ഒരു പാർട്ടിനകത്ത് നിന്ന് ഞാൻ CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പുറത്തോട്ടേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് CL മൈനസ് കോൺസെൻട്രേഷൻ ഇൻസൈഡ് സ്ക്വയർ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളത് റിമൈനിങ് 1 ആണ്. ഓക്കെ, CL മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ റിമൈനിങ് ഉള്ളത് 1 ആണ്. സോ ആ 1 പ്ലസ്
ഇനി ഈ ഒരു പാർട്ടിൽ നിന്നും സെക്കൻഡ് പാർട്ടിൽ നിന്നും Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പുറത്തെടുക്കുന്നു. സോ സെക്കൻഡ് പാർട്ടിൽ നിന്ന് Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ റിമൈനിങ് ഉള്ളത് 1 ആണ്. ഓക്കെ, അതാണ് ഇക്വേഷനകത്ത് കൊടുത്തിരിക്കുന്നത്. Cl മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഈക്വൽ ടു Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ പുറത്തോട്ടേക്ക് വന്നു. സോ റിമൈനിങ് 1 ആണുള്ളത്. 1 പ്ലസ് R മൈനസ് inside concentration Cl minus inside concentration into 1 divided by Cl minus inside concentration square. ഇവിടെ മേലെ ഉണ്ടായിരുന്ന Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ നമ്മുടെ ബ്രാക്കറ്റിന് പുറത്തോട്ടേക്ക് പോകുന്നു. അവിടെ റിമൈനിങ് 1 വരുന്നു. ഇനി ചെയ്യുന്നത് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷനും ഇവിടെയുള്ള Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആവുന്നു. സോ അവിടെ റിമൈനിങ് Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ മാത്രം വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. Cl മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഈക്വൽ ടു Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ബ്രാക്കറ്റിൽ 1 പ്ലസ് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ. ഇനി ഈ Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. സോ അത് Cl മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ എന്നാവുന്നു. ഓക്കെ, Cl മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ എന്നായി മാറുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. Cl മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ. ഇനി ഞാൻ ഇവിടെ നിന്ന് സ്ക്വയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അത് Cl മൈനസ് ഔട്ട്സൈഡ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് R മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ Cl മൈനസ് ഇൻസൈഡ് കോൺസെൻട്രേഷൻ എന്നാവുന്നു. അപ്പോൾ ഈ കാണുന്ന ഇക്വേഷനാണ് ഡോണൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് സെമി പെർമിയബിൾ മെംബ്രെയിൻ നെക്രോസില്ല, അതായത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയത്ത് സെമി പെർമിയബിൾ മെംബ്രെയിൻ നെക്രോസില്ല ആനിയോണിക് ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായി സാധിക്കുന്നു. ഓക്കെ, ദിസ് ഇക്വേഷൻ ഈസ് യൂസ്ഫുൾ ടു കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് concentration of the diffusible anion outside and inside the membrane at equilibrium. So Cl minus outside divided by Cl minus concentration inside equal to root of 1 plus R minus inside concentration divided by Cl minus inside concentration. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തുന്ന സമയത്തുള്ള സെമി പെർമിബിൾ മെംബ്രെയിന് ഔട്ട്സൈഡിലും ഇൻസൈഡിലും ഉള്ള ഡിഫ്യൂസിബിൾ ആനിയോണിക് ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ റേഷ്യോ കണ്ടുപിടിക്കാനായി സാധിക്കും. ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതൊരു നോൺ ഡിഫ്യൂസിബിൾ ആയിട്ടുള്ള ഒരു ആനിയോണിക് പോളി ഇലക്ട്രോലൈറ്റ് ആണ്. സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു ആനിയോണിക് പോളി ഇലക്ട്രോലൈറ്റ് ആണ്. സെമി പെർമിബിൾ മെംബ്രെയിൻ നെക്രോസ് അതിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം നമുക്ക് ഈ സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസുമായി കമ്പൈൻ ചെയ്ത് സോഡിയം സാലിസിലേറ്റ് പോലെയുള്ളൊരു ഡ്രഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യുന്നതിനുള്ള എബിലിറ്റി ഈ പറയുന്ന സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസിന് ഉണ്ട്. ഇവിടെ കാർബോക്സി മീഥൈൽ സെല്ലുലോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് R മൈനസ് കോൺസെൻട്രേഷൻ വെച്ചാണ്. സോ കാർബോക്സി മീഥൈൽ സെല്ലുലോസ് ആണ് ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡായി കൺസിഡർ ചെയ്യുന്നത്. ഡ്രഗ് സാലിസിലേറ്റ് അയൺ ആവട്ടെ ഡിഫ്യൂസിബിൾ ആണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, സോ അത് നമ്മൾ D മൈനസ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ വെച്ചാണ് സാലിസിലേറ്റ് അയോണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. D മൈനസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ Cl മൈനസ് അയോണിൻ്റെ കോൺസെൻട്രേഷന് സെയിം ആണ്. ഇനി ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന സമയത്ത് സെമി പെർമിയബിൾ മെംബ്രെയിൻ നെക്രോസുള്ള ഡിഫ്യൂസിബിൾ ഡ്രഗിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ റേഷ്യോ കണ്ടുപിടിക്കാനായി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. Concentration of D minus outside divided by concentration of D minus inside equal to root of 1 plus
R minus inside concentration divided by D minus inside concentration. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് സെമി പെർമിബിൾ മെംബ്രെയിനിന് അക്രോസ് ഉള്ള ഡിഫ്യൂസിബിൾ ആനിയോണിക് ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ റേഷ്യോ ഇക്വിലിബ്രിയത്തിലാവുന്ന സമയത്ത് സെമി പെർമിബിൾ മെംബ്രെയിനിന് അക്രോസ് ഉള്ള ആനിയോണിക് ഡിഫ്യൂസിബിൾ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ റേഷ്യോ കണ്ടുപിടിക്കാനായി സാധിക്കുന്നു. ഇത്രയുമാണ് ഡോണൻ മെംബ്രെയിൻ ഇക്വിലിബ്രിയത്തിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത്.